കേൾക്കുന്ന കാര്യമാണ് ബൈപ്പാസ് എന്ന് പറയുന്നത്. ബൈപ്പാസ് ശസ്ത്രക്രിയ എന്താണ്? ബൈപ്പാസ് ശസ്ത്രക്രിയക്ക് യോഗ്യരായിട്ടുള്ള രോഗികളെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? വാസ്തവം പറഞ്ഞാൽ കൊറോണറി ആർട്ടറി ബൈപ്പാസ് സർജറി CABG ആൻജിയോപ്ലാസ്റ്റിക്ക് മുമ്പ് തുടങ്ങിയതാണ്. ആൻജിയോപ്ലാസ്റ്റി 77-ലാണെങ്കിൽ ഏതാണ്ട് 67, 65, 66-ലൊക്കെ ബൈപ്പാസ് ഓപ്പറേഷൻ ചെയ്തു തുടങ്ങി. അതിനുശേഷമാണ് ആൻജിയോപ്ലാസ്റ്റി വരുന്നത് തന്നെ. ബൈപ്പാസ് തീർച്ചയായിട്ടും നെഞ്ച് മുറിച്ചുകൊണ്ട് നാം ഹൃദയ ധമനികൾക്ക് ബ്ലോക്കുള്ളതിൻ്റെ അപ്പുറത്തേക്ക്, നമ്മളിപ്പോൾ ഈ ബൈപ്പാസ് റോഡ് പോലെ, പലാരോട്ടും ബൈപ്പാസ് റോഡ് പോലെ തന്നെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് നമ്മൾ സമാന്തരമായിട്ട് മറ്റൊരു റോഡ് കൊടുത്തുകൊണ്ട് നമ്മൾ അതിലേക്കൂടെ ട്രാഫിക്ക് മാറ്റിവിടുകയാണ്. അതിൻ്റെ ഗുണം അവിടെ ബ്ലോക്ക് നാം ബൈപ്പാസ് ചെയ്യുന്നു. അപ്പോൾ ആ ട്രാഫിക്കിന് കുഴപ്പമില്ല. ഇതുപോലെ തന്നെ ഒരു ബ്ലോക്കുള്ള ധമനിയിൽ അതിന് അപ്പുറത്തേക്ക് പേശികൾക്ക് ലഭിക്കാൻ വേണ്ടി നാം ഒന്നുമില്ലെങ്കിൽ ഇത് കാലുകളിൽ നിന്ന് മുറിച്ചെടുത്ത വെയിനുകൾ, അല്ലെങ്കിൽ നമ്മുടെ ലീമ ഞങ്ങൾ, അതായത് ഇൻറ്റേർണൽ മാമറി ആർട്ടറി, രക്തക്കുഴൽ, ശുദ്ധ രക്തവാഹിനി രക്തക്കുഴൽ, അശുദ്ധ രക്തവാഹിനി രക്തക്കുഴൽ, ഇതെല്ലാം നമ്മൾ എടുത്ത് ഹാർവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അവിടെ പിടിപ്പിക്കുകയാണ്. അതോടൊപ്പം ആ ബ്ലോക്കുകൾക്കപ്പുറത്തേക്ക് രക്തം സുഗമമായി സഞ്ചരിക്കുകയാണ്. ഇത് ഈ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നതിന് മുമ്പ് തുടങ്ങി വെച്ച ഒരു ചികിത്സാ പ്രതിഭാസമാണിത്. ഇന്നും ബൈപ്പാസ് ഓപ്പറേഷൻ ചെയ്യേണ്ട അവസരങ്ങളുണ്ടെന്ന് ഓർക്കണം. അതിനുശേഷം ആൻജിയോപ്ലാസ്റ്റി തുടങ്ങിയത് പിന്നെ ബൈപ്പാസ് ചെയ്യേണ്ടിയിരുന്ന പല രോഗങ്ങളും കാർഡിയോളജിസ്റ്റുകൾ ഇപ്പോൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ബൈപ്പാസ് ഓപ്പറേഷൻ ചെയ്യേണ്ട പല സാഹചര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഹൃദയ ധമനികളുടെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഘടനകൾ, ഒത്തിരി ബ്ലോക്കുകളുണ്ട്. അവിടെ എല്ലാം ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് സ്റ്റെൻറ്റ് ഇടാൻ പറ്റില്ല. കോംപ്ലക്സ് ആയിട്ടുള്ള ലീഷൻസ്, ഹൃദയഘടന സങ്കോചനക്ഷമത കുറഞ്ഞ അവസ്ഥ, പ്രമേഹ രോഗികൾ, ഇങ്ങനെയുള്ള പലരിലും നാം ബൈപ്പാസ് ഓപ്പറേഷൻ ചെയ്യാറുണ്ട്. ഇതൊരു കംപ്ലീറ്റ് റീവാസ്കുലറൈസേഷൻ എന്നാണ് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ ബൈപ്പാസ് എന്ന് കേൾക്കുമ്പോൾ പലർക്കും ഒരു വൈമുഖ്യം ഉണ്ടാകുന്നു. നെഞ്ചു പിളർന്നിട്ട് നാം അത് ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ടാണ്. ആൻജിയോപ്ലാസ്റ്റി ആണെങ്കിൽ ഡോക്ടറെ 1-2 ദിവസങ്ങൾ കൊണ്ട് വീട്ടിൽ പോകാം. ബൈപ്പാസ് ആണെങ്കിൽ ആ മുറിവുണങ്ങണം, 1-2 ആഴ്ച ആശുപത്രി കാണണം, അല്ലെങ്കിൽ ഒരാഴ്ച കാണണം. ശ്വാസകോശ രോഗങ്ങളുണ്ടാകാം, മറ്റ് പ്രയാസങ്ങളുണ്ടാകാം. മുറിവുണങ്ങാൻ പ്രമേഹ രോഗികൾക്കാണ് ഈ പ്രയാസം വരാം. ഇങ്ങനെയുള്ള നാനാവിധ കാരണങ്ങളാലും ഒരു മുറിവുണ്ടാകുന്നത് കൊണ്ട് സാധാരണ ശസ്ത്രക്രിയയിലേക്ക് മനുഷ്യർക്കൊരു വൈമുഖ്യമുണ്ട്. പക്ഷെ അതിൻ്റെ പ്രാധാന്യം പലർക്കും അറിയുന്നില്ല എന്നുള്ളതാണ്. ബൈപ്പാസ് ഓപ്പറേഷൻ ചെയ്ത് രക്ഷിക്കേണ്ട രോഗിയെ ബൈപ്പാസ് തന്നെ ചെയ്യണം. അതിന് ആൻജിയോപ്ലാസ്റ്റി ചെയ്താൽ വീണ്ടും അവിടെ പ്രയാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴും ആൻജിയോപ്ലാസ്റ്റർ, അതായത് കാർഡിയോളജിസ്റ്റുകൾ പല രക്തക്കുഴലുകളിലും ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് സർജൻ്റെ ആ ഒരു പ്രവർത്തന രംഗം കുറച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും പല സാഹചര്യങ്ങളിൽ കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് സർജറി ഏറ്റവും പ്രമുഖമായി ഇപ്പോൾ നിൽക്കുന്നു. പല സാഹചര്യങ്ങളിലും ആൻജിയോപ്ലാസ്റ്റി പറ്റാത്ത അവസ്ഥയിൽ, അനുയോജ്യമല്ലാത്ത അവസ്ഥയിൽ നാം ബൈപ്പാസിന് കൊടുക്കുകയാണ്.